പറയൂ. അവിടെ ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോ ആ ബക്കറ്റിലെ വെള്ളത്തില് മോൻ മുങ്ങി താഴെയായിരുന്നു. എന്താ എന്താ പറ്റിയേ? അല്ല, ഞാൻ ഈ ടിവിയിൽ പരസ്യം വന്നോണ്ട് പറഞ്ഞതാ. ഓ, വന്നിപ്പോ ബോധവും ഇല്ലാതായോ? അല്ല, നമ്മുടെ മക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ, അതോ അവരൊക്കെ വല്ല വഴിക്കും പോയോ? ഓ, ഒരു വലിയ തമാശ. അവരല്ലേ അപ്പുറത്തിരുന്ന് പഠിക്കുന്നേ. ബോധമില്ലാത്തത് എനിക്കല്ല, നിങ്ങൾക്കാ. ആ കുന്ത്രാണ്ടത്തിന്റെ അകത്തോട്ട് കേറിയാല് ഇവിടെ മൊത്തം ഇടിഞ്ഞു വീണ് ഞങ്ങളൊക്കെ ചത്താലും നിങ്ങൾ അറിയത്തില്ല. അപ്പോഴും നിങ്ങൾ ഇതും കുത്തിക്കൊണ്ടിരുന്നോളൂ. ഓഹോ, ബോധമില്ലാഞ്ഞിട്ടാണല്ലോ ഇപ്പൊ നീ കിടന്ന് ഒച്ച വെച്ചപ്പോ ഞാൻ കേട്ടത്. അല്ലേലും ആവശ്യമുള്ളത് മാത്രമാ നിങ്ങളുടെ ചെവിയിൽ കേറാത്തത്. അമ്മേ, ഒന്ന് പതിയെ. ഒന്നും മിണ്ടായിരുന്നു പഠിക്കേർക്ക. ഇനി നീയും കൂടിയേ ഉള്ളൂ എന്നെ ഭരിക്കാൻ. അച്ഛാ, എന്താ അനുകുട്ടാ? അച്ഛൻ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഞാൻ കേൾക്കുന്നുണ്ട്, നീ കാര്യം പറ. ഒരു ഹോംവർക്ക് ചെയ്യാനുണ്ട്. ശുചിത്വ കേരളത്തെ പറ്റി ഒരു നോട്ട് എഴുതണം. എനിക്കൊന്ന് പറഞ്ഞു തന്നേ. അയ്യോ സർ, ഒരു 4 ലക്ഷം രൂപയെങ്കിലും. ഒരു പേജ് എഴുതാനോ? അതെ. ഹലോ ഗൂഗിൾ, എന്തൊക്കെയുണ്ട്? അതെ, അഡ്മിൻ മൊഡ്യൂൾ കംപ്ലീറ്റ് ആണ്. ഞാനതൊക്കെ ചെക്ക് ചെയ്താണല്ലോ. ഏതൊക്കെ പേജ്? ഓ, ഇതിലും അമലയുടെ കല്യാണം നടക്കില്ലെന്നാ തോന്നുന്നേ. അമ്മേ, ശുചിത്വ കേരളത്തെ പറ്റി ഒരു നോട്ട് ഉണ്ടാക്കണം. നിമ്മി മിസ് പറഞ്ഞിട്ടാ. എനിക്കൊന്ന് പറഞ്ഞു തന്നേ. നീ ഇത്തിരി മാറി നിന്നേ, ഞാൻ ആദ്യം ചോറ് വാർക്കട്ടെ. എന്താ വർഷേച്ചി? നീ അച്ഛനോട് ചോദിക്ക്, അച്ഛനാണ് GK കൂടുതല്. GK ഞാൻ ചോദിച്ചതാ. അച്ഛൻ ഭയങ്കര തിരക്കാ. പിന്നെ കുഞ്ഞെങ്ങനെയാ ബക്കറ്റിലെ വെള്ളത്തിൽ വീണത്? അമ്മേ, ഒന്ന് പറഞ്ഞതാ. അനുക്കുട്ട, എനിക്കിതൊന്നും വലിയ പിടിയില്ല. നീ പോയി വിനുവിനോട് ചോദിക്ക്. വിനു, നീ ഇവനെന്തേലും പറഞ്ഞു കൊടുത്തേ. അമ്മ വിളിക്കുന്നേ. മോള് ബാറ്ററി ഓഫ് ഔട്ടാ, ചാർജ് ചെയ്യണ്ടേ? ആ പറ, ഞാൻ പോണില്ല. ചേട്ടാ, ഇതൊന്ന് പറഞ്ഞു തന്നേ. ഒരു നോട്ട് എഴുതാനാ. ആ പറഞ്ഞോ, കേക്കുന്നുണ്ട്. വിനുവേട്ടാ ഒന്ന് പറഞ്ഞതാ. ഇതൊരു ശല്യമായല്ലോ. ഓടച്ചക്ക. ഏത് ചാനലിലാ? ആ, ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, നീ ആ റിമോട്ട് ഇങ്ങോട്ട് തന്നേ. ഞാൻ ആ ന്യൂസ് ചാനലൊന്ന് വെക്കട്ടെ. ഇങ്ങോട്ട് തന്നേ. ഇപ്പൊ തരാൻ പറ്റില്ല, ഞാൻ ഈ സീരിയൽ ഒന്ന് കാണട്ടെ. പിന്നെ സീരിയല് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ക്യാമ്പിനെ കുറിച്ചൊരു വാർത്തയുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. വല്ലപ്പോഴും ഞാനൊരു സീരിയൽ കാണുന്നേ, അപ്പോഴെല്ലാം അത്യാവശ്യക്കാരാ. അതിപ്പോ തീരും, അതിങ്ങി തന്നേ. അയ്യോ, കറണ്ട് പോയല്ലോ. 8 മണിയായല്ലേ. ഹോ, എന്ത് കഷ്ടമായത്. ആ ന്യൂസ് ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. എടാ വിനു, നീ ആ മൊബൈൽ ഇങ്ങോട്ട് വന്നേ. ഞാൻ ആ മെഴുകുതിരി ഒന്ന് തപ്പിക്കോട്ടെ. കറണ്ട് പോകാൻ കണ്ട സമയം. അനുക്കുട്ടാ, നീ എവിടെയാ നിക്കുന്നേ? അമ്മ, എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു. നന്നായി. കുറച്ചു നേരം അത് ചെവിന്നൊന്ന് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആ കമ്പ്യൂട്ടറും പോയല്ലോ. ഒന്ന് മിണ്ടാതിരിക്കും നീ. ദൈവമേ, എന്റെ വർക്കെല്ലാം പോയി കാണും. ആ കള്ളപ്പൂച്ച എന്തൊക്കെയോ തട്ടിമറിച്ചു.
ഓർത്തല്ലോ മോനെ. ബിനു ആണെങ്കിൽ 24 മണിക്കൂറും ഫോണില. അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അസൈൻമെന്റിനെ കുറിച്ച് പറയുമായിരുന്നു. ഓ പിന്നെ നിന്റെ ഒരു അസൈൻമെന്റ് ആരും കേൾക്കാതെ ഇത്ര രഹസ്യമായി പറയുന്നതാണോടാ അസൈൻമെന്റ്? അതോ ISSനെ തകർക്കാനുള്ള വല്ല പദ്ധതിയാണോ?